ധ്യാനിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സമർപ്പണത്തെ പറ്റിയാണ്. ഈ മാസം മുഴുവനും പരിശുദ്ധ ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോ പുണ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. അതിൽ തന്നെ ദൈവമാതാവ് തന്നെ ദൈവത്തിന് സമർപ്പിച്ചതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. ഒന്നാമതായി, ശിശുവായിരുന്നപ്പോൾ തന്നെ ദൈവമാതാവ് തന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മറ്റ് യഹൂദ വനിതകളിൽ നിന്ന് വ്യത്യസ്തയായി ദൈവമാതാവിനെ രക്ഷകൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉത്തരമാണത്. ശിശുവായിരുന്നപ്പോൾ തന്നെ ദൈവമാതാവ് തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു. ഈ സമർപ്പണത്തിന് ഒന്നും തന്നെ ഒരു തടസ്സമായിരുന്നില്ല എന്നാണ് ഇന്ന് നമ്മൾ വണക്കത്തിൽ വായിച്ചു കേൾക്കുന്നത്. അത് അപരിചിതമായ ചുറ്റുപാടുകളാകാം, മാതാപിതാക്കന്മാരിൽ നിന്ന് വേർപിരിയേണ്ട ഒരവസ്ഥയാകാം. എന്തു തന്നെ ആയാലും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിച്ചിരുന്നതുകൊണ്ട് ദൈവമാതാവിന് ശിശുവായ പ്രായത്തിൽ തന്നെ, അതായത് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ, ദൈവത്തിന് തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇന്നത്തെ വണക്ക വായനയിൽ ഒന്നാമതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. നമ്മളും കൃപാസനത്തിൽ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. ഒത്തിരിയേറെ മക്കളാണ് ഒത്തിരിയേറെ സംശയത്തോടു കൂടി ഈ ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്. അവർക്കെല്ലാം ഉത്തരം തരുന്ന ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിൽ യൂട്യൂബിൽ അപ്പാകും. ഒരു മകളുടെ, അക്രൈസ്തവായിട്ടുള്ളൊരു മകളുടെ സാക്ഷ്യമാണ്. ആ മകൾ പറഞ്ഞത് ഇപ്രകാരമാണ്: കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ 1ഉം 2ഉം ഒക്കെ തവണ പുതുക്കിയിട്ടും ഈ ഒരു വിശ്വാസത്തിന് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. കാരണം എനിക്ക് മരിയൻ ഉടമ്പടിയിൽ വിശ്വാസമില്ല. അങ്ങനെ ഇരിക്കെ ഈ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ആ മകൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ബഹുമാനപ്പെട്ട അച്ഛൻ ധ്യാനത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അപ്പോൾ ഒരു നിലനിൽപ്പിൻ്റെ കൃപ കിട്ടും. ഈ മകൾ 2ഉം കൽപ്പിച്ച് ആ ഒരു നിയോഗം എഴുതിയിട്ടു. പിന്നെ ആ മകൾ പറയുന്നുണ്ട്, ഞാൻ എഴുതിയിട്ട നിയോഗങ്ങൾ പിന്നെ എല്ലാം മറന്നു. അച്ഛൻ പറയുന്നത് പോലെ തന്നെ നിബന്ധനകളെ, ദൈവത്തെ ഞാൻ ലക്ഷ്യം വെക്കാൻ തുടങ്ങി. ഇങ്ങനെ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയപ്പോൾ ആ മകൾക്ക് ഒരു ഞെട്ടിക്കുന്ന ദൈവാനുഭവം ഉണ്ടായി. വേറൊന്നുമല്ല, ഈശോ തന്നെ നേരിട്ട് ഈ മകളുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. ഈ ദിവസങ്ങളിൽ ആ സാക്ഷ്യം അപ്പാകും. അപ്പോൾ നിങ്ങൾക്കും കേൾക്കാവുന്നതാണ്. ഈ 1-2 ഇന്നല്ലെങ്കിൽ നാളെ ആ സാക്ഷ്യം അപ്പാവും. അപ്പോൾ ആ മകൾ പറഞ്ഞത് പ്രകാരമാണ്, ഈശോയുടെ ആ ഒരു പ്രത്യക്ഷീകരണത്തിലൂടെ നമ്മുടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലേക്ക് ഈശോയുടെ പ്രകാശം വന്നു പതിച്ച അതേ ഒരു പുതിയ നിയമത്തിലെ ഈ കാലഘട്ടത്തിലെ ഒരു ദൈവാനുഭവമാണത്. ഈശോ പ്രത്യക്ഷപ്പെട്ടു, ഒരു പ്രകാശം അവളുടെ മേൽ വന്നു പതിച്ചു. അവൾ പറഞ്ഞത് ഇപ്രകാരമാണ്: ആത്മാവിൽ എന്നെ അവിടുന്ന് ജ്ഞാനസ്നാനപ്പെടുത്തി. വളരെ നമ്മൾ കേട്ട കോരിത്തെരിച്ചു പോകുന്ന വലിയൊരു സാക്ഷ്യമാണത്. ആത്മാവിൽ അവിടുന്ന് എന്നെ ജ്ഞാനസ്നാനപ്പെടുത്തി. പിന്നീട് ആ മകൾ പറയുന്ന സാക്ഷ്യാനുഭവങ്ങൾ, വിശുദ്ധ കുർബാന സ്വീകരണം വരെ നാവിൽ ആ മകൾക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിൽ ഈശോ ആ മകളുമായി ആഴത്തിൽ ഐക്യപ്പെട്ട് ആ മകൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയ ഒരു സാക്ഷ്യമാണ്, കേട്ടിരിക്കേണ്ട ഒരു സാക്ഷ്യമാണ്. ഞാൻ പറഞ്ഞു വന്ന ഇത്ര പ്രകാരമാണ്, അതായത് ശിശുവായിരുന്നപ്പോൾ തന്നെ ദൈവമാതാവ് തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു. നമ്മളും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയാറുള്ളത് പോലെ നിയോഗങ്ങൾ ഈ പേടകത്തിൽ സമർപ്പിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ആ നിയോഗങ്ങളെ ഫോക്കസ് ചെയ്യരുത്. ക്രിസ്തു സ്നേഹത്തോടെ, ദൈവസ്നേഹത്തോടെ നിബന്ധനകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. ഈ മകൾക്ക് ഈ ഒരു ആത്മീയ സ്നാനം ലഭിച്ചു എന്ന് മാത്രമല്ല, ആ വെച്ചിരുന്ന വിഷയങ്ങളെല്ലാം മാതാവ് ഏറ്റെടുത്ത് നടത്തിക്കൊടുത്തു എന്നുകൂടി സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിച്ച് വായിച്ചു കേൾക്കാൻ പോകുന്നത് പരിശുദ്ധ ദൈവമാതാവ് തന്നെ മുഴുവനായി ദൈവത്തിന് സമർപ്പിച്ചു എന്നാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മളൊരു ഭാഗം വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം അനനിയ സഫീറ ദമ്പതികൾ
അവരുടെ വസ്തു വിറ്റ് കിട്ടിയ പണം മുഴുവനുമാണെന്ന ഒരു കള്ളം പറഞ്ഞ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിക്കുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, അവർ രണ്ടുപേരും അപ്പോസ്തലന്മാരുടെ കാൽക്കൽ മരിച്ചു വീണു എന്ന്. നമ്മുടെയൊക്കെ പലപ്പോഴും സമർപ്പണം ഈ ഒരു ലെവലിലോട്ടാണ് വരുന്നത്. പലതും നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കും, ഒന്നും വിട്ടുകൊടുക്കില്ല. എന്നിട്ട് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി മാത്രം നോക്കി പാർക്കും. ഇവിടെ ദൈവമാതാവ് നമുക്ക് ഒരു ഉദാഹരണമാണ്. തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത ഒരു വലിയ സമർപ്പണ ചൈതന്യത്തിൻ്റെ ഉദാഹരണമാണ് ദൈവമാതാവ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എൻ്റെ ദൈവവിളിയെ പറ്റി. 2012 ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വരുന്നത്. അന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞത്, അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ മിഷനിലോട്ടുള്ള ആളാണെന്ന് അച്ഛൻ ബോധ്യപ്പെട്ടത് കാരണം എനിക്ക് ഒത്തിരിയേറെ ഇവിടുത്തെ ഉത്തരവാദിത്ത മേഖലകൾ നൽകി. ഒന്നാമതായിട്ട് തന്നത് മീഡിയ മേഖലയാണ്. അന്ന് ഞാനിവിടെ വരുമ്പോൾ ജോസഫ് അലി വീട്ടിൽ എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് മാത്രമേ അച്ഛനുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോഴാണ് നമ്മളൊരു ഈ മീഡിയ ഇന്ന് കാണുന്ന ഒരു മേഖലയിലേക്ക് കർത്താവ് എന്നെ ഒരു ഉപകരണമാക്കുകയായിരുന്നു വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇത് എൻ്റെ ദൈവവിളി എൻട്രൻസ് ആണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒരു ദൈവവിളി സ്ഥിരീകരണ ദൈവാനുഭവം എനിക്കുണ്ടായി. അതിപ്രകാരമാണ്. ഒരു ദിവസം ഞാൻ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയം 2:30 മണി സമയമാണ് വെളുപ്പിന്. അപ്പോൾ 3 തവണയാണ് ഈശോ എന്നെ വിളിച്ചത്, ജോമോളെ ജോമോളെ ജോമോളെ. അപ്പം ഞാൻ ആദ്യം ജോമോളെ എന്ന് വിളിച്ചപ്പോൾ നമുക്ക് പഴയ നിയമത്തിലെ ഓർമ്മയുണ്ടല്ലോ, വാഗ്ദാന പേടകത്തിനരികെ സാമൂഹ്യം കിടന്നുറങ്ങുന്ന ആ ഒരു അനുഭവം. അപ്പോൾ ഞാൻ ആദ്യം ഇതാ ഞാനെന്ന് പറഞ്ഞു, രണ്ടാമതും വിളിച്ചു ജോമോളെ. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു ഇതാ ഞാൻ, മൂന്നാമതും ഇതാ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ദൈവം പഠിപ്പിച്ചു തന്നൊരു സത്യമാണ്, ജോമോളെ നീ പൂർണ്ണമായി നിന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. എടുത്തു പറഞ്ഞു ശരീരം, മനസ്സ്, ആത്മാവ്. എൻ്റെ ദൈവവിളിയുടെ ഒരു സ്ഥിരീകരണമാണത്. അതായത് കൃപാസനത്തിലോട്ട് എനിക്ക് ഒരു കോൺസെൻട്രേറ്റഡ് പേഴ്സണായി സമർപ്പണ ജീവിതത്തിലോട്ട് ദൈവം വിളിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ദൈവാനുഭവം 2013 ശേഷം ഉണ്ടായതാണ്. പിന്നീട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെ അതിൻ്റെ സ്ഥിരീകരണം ലഭിച്ചു. അച്ഛൻ എന്നെ ഇവിടുത്തെ അംഗമാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രകാരമാണ്, നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഒന്നും മാറ്റി വെക്കരുത്. പലരും ഇതേപോലെ തന്നെ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയാറുണ്ട്, നിങ്ങൾ കൃപാസനത്തിൽ വന്ന് ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കിട്ടാവുന്ന സങ്കേതങ്ങളിലൊക്കെ ഓടി നടക്കുന്ന മക്കളുണ്ട്. എവിടെ നിന്നാണ് അനുഗ്രഹം കിട്ടണമെന്ന് അവർക്കറിയില്ല. അപ്പോൾ അവർക്കെല്ലാം ഒരു ഉദാഹരണമാണ് ദൈവമാതാവിൻ്റെ സ്പിരിച്വാലിറ്റി. അതായത് ദൈവമാതാവ് തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. മൂന്നാമതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇപ്രകാരമാണ്, സർവേശ്വരന് എന്നേക്കുമായി അവൾ തന്നെ സമർപ്പിച്ചു. അത് നിത്യതയോളമാണ്. ഞാൻ ആദ്യം പറഞ്ഞു എന്തുകൊണ്ടാണ് ദൈവമാതാവിനെ രക്ഷകൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുത്തത്. ദൈവത്തിനറിയാം ഇവൾ അന്ത്യം വരെയും കുരിശിൻ്റെ ചുവട് വരെയും ആ രക്ഷണകൃത്യം പൂർത്തിയാക്കി നിൽക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നു. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ചിലവർ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിക്കും, എൻ്റെ ഉടമ്പടി കാലഘട്ടം 90 ദിവസമാണ്, അത് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടമുള്ള ഒരു ജീവിതം, എൻ്റേതായ ലോകത്താൻ്റെ ഒരു ജീവിതം ജീവിക്കുമെന്ന്. എന്നാൽ മറ്റു പലരെ സംബന്ധിച്ചിടത്തോളം അവർ വിദൂരങ്ങളിലായിരുന്നുകൊണ്ട് മനസ്സിൽ തീരുമാനിക്കും, ഞങ്ങൾക്ക് കൃപാസനത്തിലോട്ടൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ ഒരു ഉടമ്പടി ചൈതന്യത്തിൽ നിലനിൽക്കാമായിരുന്നു. ഇനി പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർ ഈ 6 നിബന്ധനകളൊക്കെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് അവരുടേതായ രീതിയിൽ തീക്ഷ്ണതയോടെ അത് പ്രാവർത്തികമാക്കും. ഈ പറഞ്ഞ രണ്ടാമത്തെ വ്യക്തികൾക്കാണ് നിലനിൽക്കുന്ന കൃപ കിട്ടുന്നത്. ഇപ്പോൾ നമുക്കറിയാം ദൈവം എല്ലാം അറിയുന്നവനാണ്. ഒരു ചിന്ത നമ്മളുടെ അത് ഹൃദയത്തിൽ, നാവിൽ അത് എത്തുമ്പോൾ അതിനു മുമ്പേ അവിടുന്ന് നമ്മളെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമുക്കെല്ലാവർക്കും അന്ത്യം വരെയും മരണം വരെയും ഈ ഒരു ഉടമ്പടി ചൈതന്യത്തിൽ നിലനിൽക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ദൈവമാതാവിൻ്റെ ഈ പ്രത്യേക സമർപ്പണത്തെപ്പറ്റി ധ്യാനിക്കുന്ന ദിവസം നമുക്ക് തീരുമാനമെടുക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരെ നന്ദിയേറ്റ് പാപികളുമായ ഞങ്ങൾ നിസ്തിമ പ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയമേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന്
കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങ് തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമ്മേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങ് തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമ്മേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങ് തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നികളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേക സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. ഒന്നാം ദൈവരഹസ്യം, പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. തോമസ് എലിസബത്ത് എറണാകുളം, കൃപാസനം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങളെ ഉയർത്തണമേ. വിദേശിയുമായുള്ള ഞങ്ങളുടെ മകൻ്റെ തെറ്റായ പ്രേമബന്ധത്തിൽ നിന്ന് ശാശ്വതമായ വിടുതൽ ലഭിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2025 ഡിസംബറിന് മുൻപായി മകൻ നാട്ടിൽ വരുവാനും അവന് സ്വന്തം സമുദായത്തിൽ നിന്ന് ദൈവാശ്രയവും വിനയമുള്ള ഒരു പെൺകുട്ടിയുമായുള്ള വിവാഹം നടക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിന്ദു സന്തോഷ് മുട്ടത്തിപ്പറമ്പ് ഇസ്രായേലിൽ വിസിറ്റിംഗ് വിസയിൽ പോകുകയാണ്. അവിടെ ചെന്ന് നല്ലൊരു ജോലി ലഭിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയും മാതാവിൻ്റെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. സെഹിയൻ സാമുവേൽ ദൈവവിശ്വാസം കൂടുവാനും കുമ്പസാരിക്കുവാനും വിസ വന്ന് ടിക്കറ്റ് തടസ്സം മാറി വരുവാനും കടബാധ്യത മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിനീഷ് വടക്കേത്തയിൽ ബിസിനസ് അഭിവൃദ്ധിപ്പെടുവാനും മക്കളുടെ വിദ്യാഭ്യാസം സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫെബി സെബാസ്റ്റ്യൻ ഇൻകം ടാക്സിൻ്റെ പ്രശ്നം സോൾവാക്കി തരണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും ഭർത്താവിൻ്റെയും എക്സാം പാസ്സാക്കി തരണമേ. കുഞ്ഞിൻ്റെ അസുഖം മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സച്ചിൻ ആൻ്റണി ജോലിക്ക് ആവശ്യമായ പണം ലഭിക്കുന്നതിനും ഏറ്റെടുത്ത ജോലികൾ പൂർത്തിയാക്കുവാനും മക്കൾ നന്നായി പഠിക്കുന്നതിന് ദൈവാനുഗ്രഹത്തിൽ വളരുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബെറ്റി
ഫാദർ കോളിൽ നിന്ന് ഇലിഞ്ഞിക്കാലിൻ്റെ നിയോഗത്തിന്, കുടുംബസമാധാനത്തിനും ഡോണിൻ്റെ പഠനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നോയൽ വർഗീസ് മകൻ്റെ ജോലി ലഭിക്കുന്നതിനും കടബാധ്യത മാറുന്നതിനും പരീക്ഷയിൽ വിജയം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡൊമിനിക് റാഫേലിൻ്റെ വിവാഹ തടസ്സം മാറണമേ. റാഫേലിൻ്റെ ജോലി വിശ്വാസബന്ധമായ തടസ്സങ്ങൾ മാറ്റിത്തരണമേ. കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ചാക്കോച്ചൻ ജോജി പഠന മികവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോർജ് ടീന കുടുംബ നവീകരണം, വാർദ്ധക്യ രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിയ ജോർജ് കടം പെട്ടെന്ന് തീരാനും ജോർജിന് പഠിക്കാനുള്ള അനുഗ്രഹം കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഷിക്കിന് ഷിപ്പിൽ പെട്ടെന്ന് ജോലി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിമി സാജൻ, അന്ന സാറ സാജൻ UK-യിൽ നേഴ്സിംഗ് പോകുവാൻ തടസ്സം മാറുവാനും ഈശോയിലേക്ക് അടുക്കുവാനും, സിമി സാജൻ അയർലൻഡ് പ്രോസസ്സിംഗ് നടക്കുന്നതിനും, സിറാഷ് അന്ന ഇഗ്നോ ഡയബറ്റിക്കിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിയ ലിസി അറയ്ക്കൽ ലെനിയുടെ പഠനം വിജയത്തിനു വേണ്ടിയും മക്കൾക്ക് കുഞ്ഞുണ്ടാകുവാനും രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മണിക്കുട്ടി ഞാൻ വെച്ചിട്ടുള്ള ലോൺ പാസ്സാക്കി തരണമേ. കടബാധ്യത മാറ്റുന്നതിനും മകന് വിദേശത്ത് പോകുന്നതിനും എൻ്റെ കുടുംബത്തിലെ ജോലി സ്ഥലത്ത് സമാധാനം ഉണ്ടാക്കി തരണമേ. ജോജി പോൾ അപ്പായ്ക്കും അമ്മയ്ക്കും നല്ല ആരോഗ്യത്തിനു വേണ്ടി, പെന്നിക്ക് നല്ല കുടുംബജീവിതത്തിനും വേണ്ടി, അപ്പായ്ക്കും അമ്മയ്ക്കും ദീർഘായുസ്സും ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിനോ വിനോദ് മാതാവിൻ്റെ പേരിലുള്ള ഹോസ്പിറ്റൽ കൃപയിൽ ആളുകൾ വന്നു ചേരുവാനും വിനോദിൻ്റെ ജോലിയിൽ ശമ്പളം കൂടുതൽ കിട്ടുവാനും എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും പ്രാർത്ഥിക്കുന്നു. അരുൺ തോമസ് അരുണിന് ആരോഗ്യവും ദീർഘായുസ്സും വിശദീകരണവും നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. 29 വയസ്സുള്ള അരുണിൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുവാനും പരീക്ഷയിൽ പാസ്സായി നല്ല ജോലി ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. ജിനി അനിൽകുമാർ സ്വന്തമായ വീടെന്നത് അമ്മ നടത്തി തരണമേ. SSLC പരീക്ഷയ്ക്ക് മക്കൾക്ക് ഫുൾ A+ഉം ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിനും വേണ്ടി രോഗമൂലം ആരും ദുരിതം അനുഭവിക്കരുതേ, രോഗശാന്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിറ്റി മേരി തോമസ് എൻ്റെ UK-യിലുള്ള ജോലി പ്രശ്നം സോൾവാക്കി കിട്ടണമേ. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് റഫറൻസ് ലെറ്റർ കിട്ടണമേ. എൻ്റെ UK-യിലുള്ള ജോലി പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേൽ വാലയിൽ +2-ന് നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനും നല്ല തീരുമാനമെടുക്കുവാനും പരിശുദ്ധ അമ്മയെ സഹായിക്കണം. പരിശുദ്ധാത്മാവിൽ നിറയുവാനും ഡ്രൈവിംഗ് പാസ്സാകുവാനും പ്രാർത്ഥിക്കുന്നു. സ്റ്റീഫൻ ബാലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ലഭിക്കുവാനും 10ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന എനിക്ക് നന്നായി പഠിക്കുവാനും നല്ല കൂട്ടുകാരെ ലഭിക്കുവാനും ദൈവവിളി ഉണ്ടാകുവാനും പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ജീവിക്കണമേ. നീരാ ശിവരാജൻ എൻ്റെ പറമ്പിൻ്റെ തീർപ്പ് 20-ാം തീയതിയാണ്. അന്ന് എനിക്ക് അത് നടക്കിത്തരണമേ. മാതാവേ നിൽക്കനിയണമേ. 28-ാം തീയതി ഞാൻ ഖത്തറിലേക്ക് പോകുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ജോലി 11-ാം തീയതി കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോൻ മകൻ്റെ ശാരീരിക അസുഖങ്ങൾ മാറുന്നതിന് ജോലി ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ കടഭാരം മാറ്റിത്തരണമേ. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറ്റിത്തരണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻ്റണി ടെറീൻ ഹോട്ടൽ കാറ്ററിങ്ങിൻ്റെ സമരത്തിൻ്റെ ആരംഭം. സൂര്യൻ അക്കാദമി എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ SSC ബാങ്ക് 300ഓളം അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഷാലോം ഹോസ്റ്റലിൽ 450ഓളം കുട്ടികളെ കൊണ്ട് നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ടീനാൾ പോളച്ചൻ ഭർത്താവിൻ്റെ കൈയുടെ വേദന മാറുന്നതിനും മക്കൾ മിടുക്കരായി പഠിക്കുന്നതിനും വേണ്ടി സാമ്പത്തിക പ്രതിസന്ധികൾ മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലില്ലി വർഗീസ് മകൻ ആൻ്റണി ജീസിൻ്റെ ഡിപ്രഷൻ മാറുന്നതിനും ദൈവിക ജ്ഞാനം ലഭിക്കുവാനും മകൾ ലെക്സി വർഗീസിന് 2ാമത് കുട്ടി ഉണ്ടാകുന്നതിനും എൻ്റെ ശാരീരിക അസുഖം മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജേഷ് കിഡ്നി മാറ്റി വച്ചിരിക്കുന്ന മകനെ പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സഹായിക്കുവാൻ കൂടെ ഉണ്ടാകണമേ. എൻ്റെ വണ്ടിയോട്ടമാണ്, അതിൽ നിന്ന് ഞങ്ങൾക്ക് ജീവിതമാർഗം ഉണ്ടാക്കി തരണമേ. എൻ്റെ മകൻ്റെ ക്രിയാറ്റിൻ കുറഞ്ഞ് അവൻ്റെ ചികിത്സയുടെ പണം ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റോസമ്മ ജോസഫ് റൊബിനെറ്റിക് റോമിന് മക്കളെ ലഭിക്കുന്നതിന് വേണ്ടി, വിത്തുവിന് ലീന 2ാമതൊരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ രോഗാവസ്ഥകൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിജോ ജെയിംസ് യോജിച്ചൊരു ജീവിത പങ്കാളിയെ നൽകണമേ. സെപ്റ്റംബർ 1 വിവാഹം നടത്തി തരണമേ. ഖത്തറിൽ ജോലിയുള്ള ഒരു പെൺകുട്ടിയെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൽവിൻ തോമസ് എൻ്റെ ഉടമ്പടി കാലാവധി തീരുന്നതിന് മുൻപ് ജർമ്മൻ ഭാഷയുടെ 4ാം മോഡൽ ലഭിക്കണമേ അമ്മേ. തിരുവനന്തപുരത്ത് എഴുതിയ
കറക്റ്റിംഗ് മാർക്ക് വലിയ എക്സാം പാസ്സാക്കി തരണമേ. ആൻസി തോമസിൻ്റെ വിദേശത്ത് പോകുന്നതിനുള്ള തടസ്സമാക്കി തരണമേ. ടെസ്ത ജോർജ് റീഡും BSc MLT എക്സാം പാസ്സാകണമേ. കടബാധ്യത മാറ്റിത്തരണമേ. ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. റിറ്റോ തോമസ് മെയ് 5 ജർമ്മനിയിൽ നടത്തുന്ന എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയും തോമാച്ചൻ്റെ വയറിലെ അസുഖം തീർത്തു മാറുന്നതിനും കടബാധ്യതകൾ മാറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിനിട്ടൻ നിതിൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടി, നീലുവിൻ്റെ ജോലി സ്ഥലത്ത് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി, ഞങ്ങൾക്കൊരു നല്ല ഭവനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജെയിംസ് മകൻ്റെ ജോലിയിലുള്ള ബുദ്ധിമുട്ട് മാറ്റി നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ ശ്വാസമുട്ടൽ മാറ്റിത്തരണമേ. എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വഴക്ക് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിനി സുരേഷ് എൻ്റെ മകൾക്ക് മെയ് 2 ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഇനി ചെക്കപ്പ് വേണ്ടെന്ന് പറയിപ്പിക്കണമേ മാതാവേ. മകന് PSc റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടണമേ. ഭർത്താവിൻ്റെ മദ്യപാനവും പുകവലിയും മാറ്റിത്തരണമേ. സൗമ്യ ശ്രീജിത്ത് അമ്മേ, എനിക്ക് ഈ തവണ PSc ലിസ്റ്റിൽ തന്നെ LP ടീച്ചറിന് ജോലി നൽകണമേ. ഭർത്താവിന് ഇപ്പോഴുള്ള ജോലിക്ക് ഒരു ബുദ്ധിമുട്ടും തുടക്കവും ഉണ്ടാക്കരുതേ. എൻ്റെ മകൾക്ക് അസുഖമൊന്നും വരാതെ പഠിക്കുവാൻ കഴിവ് നൽകണമേ. ഷൈബു വീട് നിർമ്മാണത്തിനും മക്കളുടെ വിദ്യാഭ്യാസത്തിനും കടബാധ്യതയും ചേച്ചിയുടെ ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോളി ജോയി മകളുടെ കുഞ്ഞിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി മാറുന്നതിനും മകന് വിവാഹ തടസ്സം മാറുന്നതിനും ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിനും വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസ്ന ആൻ്റണി കുവൈറ്റ് വിസ അപ്രൂവായി ടിക്കറ്റ് ലഭിക്കുവാനും സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്തുവാനും കടം മാറുവാനും ഉടമ്പടി വിശ്വസ്തയുടെ പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടോമി തോമസ് രോഗസൗഖ്യം, ജോലി തടസ്സം, പരിശുദ്ധാത്മാവ് നിറയുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആതിര CK രോഗസൗഖ്യത്തിനും പരീക്ഷാ വിജയത്തിനും ജൂണിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കുവാനും പ്രാർത്ഥിക്കുന്നു. ഷൈജി ഇപ്പോഴത്തെ ബന്ധത്തിൽ നിന്നും പിന്മാറിത്തരണമേ. ലബനയ്ക്ക് പൂർണ്ണമായ മാനസാന്തരം ഉണ്ടാകാനും കുടുംബജീവിത സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈജി മക്കളുടെ നിത്യതയിലേക്ക് വേണ്ടി പഠിക്കുന്നതിനും ഷാർജയിൽ ദൈവത്തോട് കൂടി ചേർന്നിരിക്കുന്നതിനും വേണ്ടി നന്നായി പഠിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിജി ഭവനം ലഭിക്കുന്നതിനും സ്വപ്നയ്ക്ക് ജീവിതത്തിൽ നല്ലൊരു വിവാഹ ജീവിതം കിട്ടുന്നതിനും അലൻ TS നനം എക്സാം പാസ്സാകുന്നതിനും ഓറൽസ് F1 F2 F3 നന്നായി പഠിക്കുന്നതിനും എൻ്റെ മാതാപിതാക്കളെ സഹായിക്കണമേ. ലീലാമണി രാജേന്ദ്രൻ ഭർത്താവ് രാജേന്ദ്രനിൽ ഒരു ആത്മീയ മനുഷ്യനായി മാറ്റിത്തരണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. സ്ഥലവിൽപ്പന നടത്തിത്തരണമേ. ഷൈജു ലൂയിസ് എൻ്റെ വയറ്റിലെ തടിപ്പും വേദനയും മാറ്റുന്നതിനും കുട്ടികൾക്ക് നല്ല മാർക്ക് ലഭിക്കുന്നതിനും ജയിക്കുന്നതിനും വേണ്ടി വീട് സ്ഥലവും ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗ്രറ്റ ജോർജ് മക്കളുടെ വിദ്യാഭ്യാസത്തിനും വീടിൻ്റെ പണി തീർത്ത് കിട്ടുന്നതിനും വണ്ടി ഓട്ടം കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുരളീദാസൻ മകൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യത മാറ്റി ദൈവകൃപ ഉണ്ടാക്കണമേ. ലീലാമണി ആൻ്റണി അരുൺ ആൻ്റണിയുടെ വിവാഹം നടക്കുന്നതിനും അരുൺ ആൻ്റണി USA ജോലി പ്രമോഷൻ ലഭിക്കുന്നതിനും വീട് പണി തുടങ്ങുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സീനാൻഡോ മക്കൾക്ക് ഗൾഫിൽ ജോലി ലഭിക്കുവാൻ ഭർത്താവിൻ്റെ മക്കൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാക്കുന്നതിനും റോസ്ലിൻ ജോർജ് വീട് പണി പൂർത്തിയാക്കുവാൻ കടബാധ്യത മാറിക്കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിന്ധു സ്വന്തമായി സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കുന്നതിനും ഈ വർഷം തന്നെ ബിരുദം പൂർത്തീകരിച്ച സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനും ശ്രീലത കൊല്ലം ഭർത്താവിന് വിസ അടിച്ച് കിട്ടുന്നതിനും കടം തീരുവാൻ ബാങ്ക് ലോൺ ജപ്തി ഒഴിവാക്കി തരുന്നതിനും മക്കൾ നന്നായി പഠിക്കുന്നതിനും മഞ്ജു രാജേഷ് മഞ്ജു വിശ്വാസമായി ഉടനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുവാനും കേസ് ഇല്ലാതാക്കി തരണമേ. മഞ്ജു രാജേഷ് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയുള്ള കൃപാസനത്തിൽ വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനി പോൾ കുന്നപ്പള്ളി അനുപ്രിയ നിബിൻ കുഞ്ഞിന് ലഭിക്കുന്നതിനും അഞ്ജു ആതിര പോൾ മൂക്കിൻ്റെ അസ്വസ്ഥത മാറ്റി കിട്ടുന്നതിനും വേണ്ടി ജോസഫ് പോളിന് നന്നായി പഠിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേക അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജമാലിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് എലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യതയെ ചെന്ന് കണ്ട് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. അഗസ്റ്റിൻ എറണാകുളം, തിരുമേനിമാരുടെ ചതിയിൽ നിന്ന് രക്ഷിക്കണമേ. കോടതിയിൽ നിന്ന് നീതി ലഭിക്കണമേ. മക്കൾക്ക് നല്ല ജീവിതം കൊടുക്കണമേ. പുതിയ ജോലി ലഭിക്കണമേ. ബ്രൈസി കൊച്ചുമോൾ +2 ഉന്നത വിജയത്തിനും അയർലൻഡിൽ ജോലി ലഭിക്കുന്നതിനും മക്കൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിനും ഡ്രൈവിങ്ങിലുള്ള പേടി മാറുന്നതിനും കടബാധ്യത മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി സ്റ്റെഫി വീട് പണി പൂർത്തീകരണം, വിവാഹം നടക്കുന്നതിനും വിദേശ ജോലിക്കും വേണ്ടി. ഷൈനി ജോസഫ് അപ്പൻ്റെ അമ്മയുടെ ആരോഗ്യം, മക്കൾ നല്ല സ്വഭാവത്തിലും ദൈവസ്നേഹത്തിലും വളരുവാൻ, മക്കളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കുവാൻ, ദൈവപ്രീതിയുള്ള ജീവിത പങ്കാളി ലഭിക്കുവാനും. നിഖാമോൾ ബിനു ദൈവവിശ്വാസത്തിൽ വളരുവാൻ, നേഴ്സിംഗ് പഠിക്കുന്ന മകൾ എല്ലാ സബ്ജക്റ്റും പാസ്സാകുവാനും ആയുസ്സും ആരോഗ്യം ലഭിക്കുവാനും. റോമിയ ജെയിംസ് മകളുടെ വിവാഹം നടക്കുന്നതിനും എൻ്റെ ഹൃദയ സംബന്ധമായ അസുഖത്തിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിനും ജീവിത വിശുദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദിയ പഠിക്കാനുള്ള മടി മാറുന്നതിനും നല്ല ശ്രദ്ധ കിട്ടുന്നതിനും ബിടെക് ഫസ്റ്റ് റാങ്ക് മേടിച്ച് പാസ്സാകുവാനും എൻ്റെ മാവന് നല്ല ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫാത്തിമ മജീദ് ജർമ്മനിയിൽ പോകാനുള്ള തടസ്സം മാറ്റിത്തരണമേ. പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കണമേ. കടബാധ്യത എല്ലാം തീർത്തു തരണമേ. ബിബിൻ മാത്യു UK-യിൽ PSW വിസ കിട്ടുന്നതിനും UK-യിൽ ജോലി കിട്ടുന്നതിനും ദൈവത്തോട് ചേർന്ന് ഉടമ്പടി ജീവിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോഷി തോമസ് മകൻ്റെ പഠനത്തിൽ സ്ഥിരത ലഭിക്കുവാനും നല്ല ആരോഗ്യത്തിന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടിയും നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസ് നല്ലൊരു ജോലി, രോഗസൗഖ്യം, കുടുംബസമാധാനം. അനീഷ ജോസഫ് അനീഷയുടെ കുടുംബസമാധാനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണത്തിനും ഭർത്താവിൻ്റെ ദേഷ്യം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷെർലി ജെയിംസ് ജോജോയ്ക്ക് ജോലി ലഭിക്കുന്നതിനും പ്രിയയ്ക്ക് ജോലി ലഭിക്കുന്നതിനും
പ്രിയയ്ക്ക് ജയിക്കും മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. ഫിലോമിന പാപ്പച്ചൻ അഞ്ജുവിന് ഭക്ഷണം കഴിക്കുവാനുണ്ടാകുന്ന ബുദ്ധിമുട്ട് മാറ്റിത്തരണമേ. ആൻഡോ അയറിൻ്റെയും വിവാഹം ഭംഗിയായി നടത്തി തരണമേ. പാപ്പച്ചൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരണമേ. ശോഭ സജിയുടെ വിറയിൽ മാറ്റിത്തരണമേ. കണ്ണിൻ്റെ കാഴ്ചയും കാലിൻ്റെ സ്വാധീനക്കുറവും മാറ്റണമേ. വിവാഹ തടസ്സവും മാറ്റിത്തരണമേ. വിനോദ് എക്സാം പാസ്സാകുന്നതിനും ജർമ്മനിയിൽ പോകാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നല്ല വെള്ളം കിട്ടാറില്ലമ്മേ, നല്ല വെള്ളം നൽകി അനുഗ്രഹിക്കണമേ. ഏനോൻ ജോസ് ശാന്തി സമാധാനവുമുള്ള നല്ലൊരു ജോലിയും അനിയത്തിക്ക് നല്ലൊരു ജീവിതം കിട്ടുവാനും നല്ലൊരു കുഞ്ഞായി ചീത്ത കൂട്ടുകെട്ടിൽപ്പെടാതെ വളരുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്യോതി സജി ഉടമ്പടി പാലിക്കുവാൻ എന്നെ സഹായിക്കണമേ. ജർമ്മൻ എക്സാം പാസ്സായി ജർമ്മനിക്ക് പോകുവാൻ ഞങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. സാജു മോൻ ബാബു സജു എന്ന മകൻ്റെ വിസ തടസ്സം മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. മകൻ്റെ മദ്യപാനം മാറുവാനും സാറാ മരിയ പഠിക്കാനുള്ള ബുദ്ധിമുട്ടും മാറ്റിത്തരണമേ. ഷെറിൻ തങ്കച്ചൻ B2 ജർമ്മൻ എക്സാം ഡേറ്റ് കിട്ടാനും എക്സാം എഴുതി പാസ്സാകുവാനും ജർമ്മൻ ഹോസ്പിറ്റലിൽ ഇൻസെറ്റ് കിട്ടി 2025 സെപ്റ്റംബറിൽ തന്നെ ജർമ്മനിയിൽ പോകുവാനും എൻ്റെ ദേഷ്യം മാറ്റി എനിക്ക് നല്ല കാര്യത്തിൽ സമാധാനം നൽകണമേ. പ്രിൻസ് ജോസ് കൃത്യമായി സാലറിയോടുകൂടി സ്ഥിരമായൊരു ജോലി കിട്ടുവാനും ജർമ്മനിയിൽ പോകുവാനും മെയ് മാസത്തിൽ പുതിയ വീടിൻ്റെതായ എല്ലാ കാര്യങ്ങളും എൻ്റെ പേരിൽ കിട്ടുവാനും വീടിൻ്റെ പേരിലുള്ള ലോൺ എത്രയും വേഗം അടയ്ക്കുവാനും സാധിക്കണമേ. ലീലാമ്മ ആൻ്റണി അംബിക മോളുടെ ഉദരരോഗം മാറിക്കിട്ടുവാനും ഹന്നാഹലൻ മക്കളുടെ മൂക്കിലെ ദശ വളർച്ച മാറുവാനും അരുൺ മോൻ്റെ ഷുഗർ മാറിക്കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. ലീലാമ്മ ആൻ്റണി അരുൺ ആൻ്റണിയുടെ മൂക്കിലെ ദശ വളർച്ച മാറ്റിക്കിട്ടുന്നതിനും ആൻ്റണി ചേട്ടൻ്റെ ഓർമ്മക്കുറവ് മാറ്റിക്കിട്ടുന്നതിനും ലീലാമ്മയുടെ ശ്വാസകോശം രോഗം മാറിക്കിട്ടുന്നതിനും പ്രാർത്ഥിക്കുന്നു. സിനി ബേബി ജസിന്ത ജോസഫിൻ്റെ പേരിൽ ഇറ്റലിയിലെ വിസ ഈ മാസം മെയ് 31 ലഭിക്കുവാൻ വേണ്ടി ഈ നിയോഗം വയ്ക്കുന്നു. രജനി വിശ്വൻ അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണം, അമ്മയുടെ അനുഗ്രഹം മാത്രം മതി എനിക്ക്. എൻ്റെ മകൾ വിദേശത്തേക്ക് പോയി വളരെ കഷ്ടത്തിലാണ്, ജോലി ശരിയാക്കി തരണമേ അമ്മേ. വിദ്യാ തെരേസ മാതാവേ കുടുംബത്തിലെ ഓരോ മക്കളെയും തിന്മയുടെ ശക്തികളിൽ നിന്ന് രക്ഷിക്കണമേ. ജീവിത പങ്കാളിക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. പരിശുദ്ധ കുർബാന മുടക്കം കൂടാതെ പോകുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വപ്ന തോമസ് എൻ്റെ ഇസ്രയേലിലെ കോടതി കേസ് അനുകൂലമായ വിധി കിട്ടുന്നതിനും മക്കളെല്ലാ പരീക്ഷകളിലും ആദ്യം തന്നെ പാസ്സാകുവാനും മകൻ്റെ കേൾവി പൂർണ്ണമായി തിരിച്ചു കിട്ടുന്നതിനും ഭർത്താവിൻ്റെ ആഗ്രഹമെല്ലാം ശരിയാക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിമി എറണാകുളം അജീഷിന് നേഴ്സിംഗ് ലൈസൻസ് കിട്ടുന്നതിനും കടബാധ്യത മാറ്റി സാമ്പത്തിക ഭദ്രത ഉണ്ടാകുവാനും അജീഷിന് ഉറക്കമില്ലായ്മ മാതാവിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനും പ്രാർത്ഥിക്കുന്നു. അലീന ആൻ്റണി CA എക്സാം പാസ്സാകാൻ അനുഗ്രഹിക്കണമേ. അനീറ്റയ്ക്ക് ജർമ്മനിയിൽ അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട്ടിലേക്ക് വഴി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റാണി ആൻഡു എൽസി ചേച്ചിയുടെ യൂറിൻ പോകാത്ത അസുഖം മാറുന്നതിനും ബയോപ്സി റിസൾട്ട് നെഗറ്റീവാക്കി തരണമേ. അന്ന റോസിന് നീറ്റ് എക്സാം നല്ല മാർക്ക് ലഭിക്കണമേ. മിനി ജോസി വീട് പണി പൂർത്തിയാക്കുവാൻ മകൻ്റെ സ്വഭാവ രൂപീകരണത്തിന് മകന് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടുന്നതിനും ഷൈനി വിൽസൺ ക്യാൻസർ രോഗം മാറുന്നതിനും മക്കൾക്ക് നല്ല ഭാവി ലഭിക്കുന്നതിനും ഭർത്താവിൻ്റെ ആരോഗ്യ സൗഖ്യത്തിന് ആശാ ബെന്നി കടബാധ്യത മാറുന്നതിനും മകൾ ജർമ്മനിയിലേക്ക് പോകുന്നതിനും മകന് നല്ലൊരു ഭാവി സ്വഭാവ രൂപീകരണത്തിനും വേണ്ടി ഗ്രീസി ജോസഫ് ഭവനത്തിൽ പണി കടബാധ്യതയില്ലാതെ തീർത്തു തരുവാൻ ജോലി ലഭിക്കുവാൻ എല്ലാ രോഗപീഠകളിൽ നിന്നും കുടുംബത്തെ രക്ഷിക്കണമേ. ആൽബർട്ടിൻ്റെ 5-ാം തീയതി ജന്മദിനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ഉണ്ടാകണമേ. ആത്മാമേരി നല്ല മാർക്കോടെ BTech പാസ്സാകുന്നതിനും ആൻമേരി +2 ഫുൾ A+ കിട്ടുന്നതിനും ശ്രീകുട്ടിക്ക് ഒരു നല്ല ജോലി കിട്ടുവാൻ, ശ്രീകുട്ടിക്ക് നല്ലൊരു വിവാഹം നടക്കുവാൻ, ശ്രീകുട്ടിക്ക് നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുവാൻ, ശ്രീദേവിക്ക് ജർമ്മൻ പഠിക്കുന്നതിന് പാസ്സാകുന്നതിനും വേണ്ടി നല്ല ജോലി ലഭിക്കുവാൻ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. ആർമ രാജു UAE പാസ്സാകാനും അവരെ സഹായിക്കണമേ. SBI ക്ലർക്ക്, മെയിൻസ്, സെൻട്രൽ ബാങ്ക്, IBA കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെല്ലാവർക്കും നല്ലത് വരുത്തണമേ മാതാവേ. അനിയൻ അമൽ ചേട്ടൻ, ആദിൽ എന്നിവരെ വിജയിപ്പിക്കണമേ. ജെയ്മി പപ്പയുടെ പ്രോസസ്സിംഗ് ട്രീറ്റ്മെൻറ്റ് നീണ്ടുപോവാതെ ചെയ്യുന്നതിനും അത് ക്യാൻസർ ആവാതെ ഇരിക്കുവാനും മെയ് 25, 2025 നടക്കുന്ന SUMറിൽ എക്സാം പാസ്സാകുന്നതിനു വേണ്ടി പപ്പയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്കച്ചൻ
ക്രിസ്ത്യൻ പോൾ ട്രീസ മരിയയുടെ വിസ വീണ്ടും കിട്ടുന്നതിനും രോഗശാന്തിക്കായി സ്ഥലം വിൽക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീന ജോയി, മീനുവിനും ഷാരോണിനും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ. ഷെറിന് ഉത്തരവാദിത്തത്തെ ബോധത്തോടും സൗഖ്യം നൽകി അനുഗ്രഹിക്കണം. മീനുവിന് സൗഖ്യം നൽകണമേ. ഷൈന ഹനീഷ്, പ്രിസ്റ്റോക്ക് ജോലി വിസ ശരിയാകുന്നതിനും പ്രിസ്റ്റോയ്ക്കും മീനുവിനും ഒരുമയോടെ നല്ല ദാമ്പത്യ ജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. മാളുവിൻ്റെ വിവാഹം മംഗളകരമായി നടക്കുവാൻ അനുഗ്രഹിക്കണമേ. അനില സാനി, ജനറ്റ് മകളുടെ സുഖപ്രസവത്തിലൂടെ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുന്നതിനും അലീന മോളുടെ ജർമ്മനിയിലേക്കുള്ള ജോലി ശരിയാക്കി കിട്ടുന്നതിനും അലൻ മോന് ജർമ്മനിയിൽ നല്ലൊരു ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജിൽ ബിജു, കുടുംബത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും എൻ്റെ ബയോപ്സിയിലെ റിസൾട്ട് നോർമലാക്കി തരണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും അനീറ്റയ്ക്ക് പോകുവാനുള്ള നല്ലൊരു ജോലി അവസരം തരണമേ. അഞ്ജു ബിനേഷ്, അമ്മയ്ക്ക് സഹോദരനും നല്ല ആയുസ്സും ആരോഗ്യം നൽകണം. അച്ചുവിനെയും അപ്പിനെയും കാക്കണമേ. എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകണമേ. സിബി ഷെറിൻ, മക്കൾക്ക് നല്ല കമ്പനിയിൽ ജോലി കിട്ടുന്നതിനും എൻ്റെ കുടുംബത്തിൽ കോഴിക്കോടുള്ള വസ്തു വിറ്റ് പോകുന്നതിനും തടസ്സം മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അബ്രാം ഷെറിൻ, സെല്ലാമോൾക്ക് നല്ലൊരു ജോലി കിട്ടുവാനും ഒരു പ്രൊഫഷണൽ തിരഞ്ഞെടുക്കുന്നതിനും അഡ്മിഷൻ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെൻറ്റ് സോജൻ, സെൻറ്റ് ജോർജിൻ്റെ കുടുംബത്തിൻ്റെയും ശരീരത്തിൻ്റെ സുഖത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യസൗഖ്യം കിട്ടുവാനും പൈസ കിട്ടുന്നതിനും കടബാധ്യത മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനോയ് സിന്ധു, കുടുംബത്തിലുള്ളവരുടെ രോഗസൗഖ്യത്തിനായും ഏഞ്ചൽ മോൾക്ക് ജ്ഞാനസ്നാനം കിട്ടുന്നതിനും ഏഞ്ചലിന് പഠിച്ച് ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിൻ തോമസ്, വിസ വേഗം ലഭിക്കുന്നതിന് വേണ്ടി, കടം പെട്ടെന്ന് വീട്ടുന്നതിന് വേണ്ടി, കുടുംബസമാധാനം വിദേശത്ത് ജീവിക്കുന്നതിന് വേണ്ടി. സോനാമോൾ സാജു, അമ്മയുടെയും പപ്പയുടെയും അസുഖം മാറുന്നതിനും എല്ലാ രോഗികളെയും അനാഥരെയും സംരക്ഷിക്കണമേ. സഹോദരങ്ങളെ അനുഗ്രഹിച്ചതിനും പൂർണ്ണ ആരോഗ്യമുള്ളവരായി തീരുവാനും സംരക്ഷിക്കണമേ. മാർഗരറ്റ് ജെറോം, കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം. കുടുംബസമാധാനം നൽകി അനുഗ്രഹിക്കണം. മാഗ്ലിൻ അംബ്ലി, ഫിനിഷിങ്ങിന് ഒരു ജോലി നൽകി അനുഗ്രഹിക്കണമേ. മകന് ഭവനം നൽകണമേ. കുടുംബസമാധാനം നൽകണമേ. ശ്രീലക്ഷ്മി, നേഴ്സിംഗ് അഡ്മിഷൻ കിട്ടുന്നതിനും വീട് ജപ്തിയിൽ നിന്ന് രക്ഷിക്കുന്നതിനും അമ്മയുടെ കടം മാറുന്നതിനും ചേച്ചിയുടെ കല്യാണം വീട് പണിയിൽ നിന്ന് ലഭിക്കുന്നതിനും. ജോർജ്, കാനഡയിൽ മകന് ജോലി നൽകണമേ. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിൽക്കുന്നതിന് വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേക അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജയമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബത്ലഹേം നഗരിയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തി എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. സോണിയ ലിൻസൺ, എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനും എൻ്റെ കുടുംബം വിശുദ്ധിയിൽ ജീവിക്കുന്നതിനും കടം തീർത്ത ആധാരം തിരിച്ചു കിട്ടുന്നതിനും വേണ്ടി രജനി വിശ്വൻ, അമ്മയുടെ സംരക്ഷണം, മോൾക്ക് UK ജോലി ലഭിക്കുവാൻ കടം മാറുന്നതിനും പ്രകാശ് സ്വന്തം ഭവനം, മാതാവായ ആത്മീയ ബന്ധം ഉണ്ടാകുവാനും NCL എക്സാം RN കിട്ടാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. ജോസഫ്, മക്കളുടെ ഉന്നമനം, വിദ്യാഭ്യാസം, കടബാധ്യത മാറുവാനും കടയിൽ കച്ചവടമുണ്ടാകുവാനും ശാരീരിക അസുഖങ്ങൾ മാറുന്നതിനും ജെസിമോൾ ജോസി, ഇറ്റലിയിൽ ഒരു വാടക വീട് കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ബാബു തോമസ്, ഭാര്യയ്ക്ക് ജോലി ലഭിക്കുവാൻ, മക്കളുടെ നീറ്റ് എക്സാം, മകൻ്റെ നല്ല റിസൾട്ടിന് വേണ്ടി. മാളവിക കൃഷ്ണയ്ക്ക് മേജർ സർജറി ഒഴിവാക്കി തരണം. അമ്പാടിക്ക് MBAക്ക് അഡ്മിഷൻ കിട്ടി നൽകണം. എൻ്റെ മകൻ്റെ ഭാര്യയെ തിരികെ നൽകണം. സുഭിഷ്ണി തോമസ്, സിന്ധു കോഴ്സ് കംപ്ലീറ്റ് ആക്കുവാനും വിവാഹം നടക്കുവാനും ഭാവി ജീവിതം നന്നാക്കുവാനും. ജെസിമോൾ ജോബി, 3 മക്കളുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ഏപ്രിൽ തന്നെ മോളുടെ ഗ്രാജുവേഷൻ നടക്കുവാൻ. ഉമ്മച്ചൻ ടോമി തോമസിൻ്റെ അസുഖം മാറുവാൻ, എൻ്റെ വീടിൻ്റെ പണി നടക്കുവാൻ, വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ. ആഷ്ലിൻ ജോസ്, ജർമ്മൻ എക്സാം, B2 എക്സാം, ജർമ്മൻ സ്കോർ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലർജി രോഗം മാറുവാനും ദേഷ്യം മാറുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിനി ജോബ്, ഭർത്താവിന് ഷിപ്പിൽ നല്ല ജോലിയും ലഭിക്കുന്നതിനും വീട് പണി തടസ്സം കൂടാതെ പൂർത്തിയാക്കുവാൻ മർത്തോമാ സഭയിൽ അംഗത്വം കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. സെറീന ജോസ്, പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും രോഗസൗഖ്യം ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടാറ്റിസ് കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ കടക്ഷോഭത്തിൽ വീട്ടിൽ സംരക്ഷണം ലഭിക്കുന്നതിനും. ഗോഡ്സൺ ഷാജി, ഗോഡ്സനും ജെയിംസിനും പുതിയ സംരംഭത്തിന് വിജയം ലഭിക്കുന്നതിനും ഗോഡ്സന് മോട്ടിവേഷൻ കൃത്യമായി പോകുന്നതിനും പ്രാർത്ഥിക്കുന്നു. വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയാബിനു, 15 ലക്ഷം ലോൺ എഴുതിത്തള്ളാനും 6 സെൻറ്റ് സ്ഥലം വിറ്റുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ തൈറോയ്ഡ് യൂട്രസിൽ കട്ടിക്കുറവ് മാറ്റി 3ാമതൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം. ഭർത്താവിൻ്റെ മദ്യപാനം തീർത്താനും BP നോർമലാക്കി തരുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീന ചാക്കോയുടെ പരീക്ഷ 21-ാം തീയതി നടക്കുകയാണ്. നേഴ്സിങ്ങിനായി അയർലൻഡിൽ ജോലി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം നടക്കുന്നതിനും വേണ്ടി അർച്ചനയ്ക്കൊരു ജോലി ലഭിക്കുന്നതിനും. ജിനി ജെ, മകൻ 10ാം ക്ലാസ്സിൽ നന്നായി പഠിക്കുന്നതിനും നല്ല മാർക്ക് ലഭിക്കുന്നതിനും ജോൺസൻ്റെ അസുഖം പൂർണ്ണമായി മാറുന്നതിനും കടബാധ്യത മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. TJ രാജൻ, സ്വന്തമായ സ്ഥലവും ഭവനവും ലഭിക്കുവാൻ. ബൈജുവിന് ഭവനം പണിയുവാൻ. ജിനേഷിന് കിഡ്നിയുടെ അസുഖം മാറിക്കിട്ടുവാൻ. ദീപ, മൂത്ത മകൻ ശിവയാമത്തിൻ്റെ ജോലി തിരികെ വിളിക്കണം. ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതേ. വിദേശത്ത് അവൾക്ക് ജോലിക്ക് കൊണ്ടുപോകണം. ഫെബിൻ, നല്ലൊരു ജോലി ലഭിക്കുവാൻ, നല്ലൊരു ജീവിത വിവാഹവും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എറിൻ, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജ്ഞാനസ്നാനത്തിലും വിവേകത്തിലും വളരുവാൻ, മാതാവിൻ്റെ അനുഗ്രഹം കിട്ടുന്നതിനും. എഡ്രിൻ, അമ്മയുടെ കൃപയിൽ വളരുവാൻ, ജ്ഞാനസ്നാനത്തിൽ വളരുവാൻ, പൂർണ്ണ ആരോഗ്യമായി ജീവിക്കുവാൻ. ജെറ്റ്ലി ജെയിംസ്, പഠനമേഖല വിജയിക്കുവാൻ, സ്ഥിരമായൊരു ജോലി ലഭിക്കുവാൻ,
നല്ല കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസ് മരിയ, കുടുംബജീവിതം തകരാതെ സമാധാനത്തിലും സന്തോഷവും നൽകണമേ. നല്ലൊരു ജോലി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കണമേ. ഫിലോമിന, വീട് പണിയുന്നതിനുള്ള തടസ്സം മാറുന്നതിനും മോൻ്റെ അസുഖം മാറുന്നതിനും നല്ല രീതിയിൽ പഠിക്കുന്നതിനും. അരുൺ കൃഷ്ണ, മകൻ്റെ ശാരീരിക അസുഖങ്ങൾ മാറിക്കിട്ടുന്നതിനും പഠിക്കാനുള്ള ശക്തിയും ബുദ്ധിയും. കാനഡയിൽ പഠിക്കുന്ന മകന് 2ാം വർഷം നല്ല കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ സാധിക്കണം. പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള തടസ്സം മാറ്റിത്തരണമേ. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബീന ടോണി, എനിക്കൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുവിന് സീനയ്ക്കും ഗൾഫിൽ പോകുവാൻ തടസ്സം മാറിക്കിട്ടുന്നതിനും തൈറോയിഡ് മാറാൻ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെറിൻ തോമസ്, പപ്പായുടെ ലിവർ ക്യാൻസർ മാറ്റുന്നതിനും പ്രാർത്ഥിക്കുന്നു. ചക്കര എക്സാം പാസ്സാകുന്നതിന് പ്രാർത്ഥിക്കുന്നു. ടിനോ വിൻഷൻ, കാനഡയിലൊരു ഷോപ്പ് തുടങ്ങുവാനായി. പപ്പായുടെ ലിവർ ക്യാൻസർ മാറ്റുവാനായി. എബ്രാമിന് PR കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻ്റണി തോമസ്, കുടുംബത്തിലുള്ളവരുടെ എല്ലാ വിവാഹ തടസ്സം മാറുന്നതിനും മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. പുതിയൊരു ഭവനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തോമസ്, കേസ് തീർത്ത് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവ്യ, ഓസ്ട്രേലിയയിൽ PR ലഭിക്കുവാൻ കുടുംബത്തിൽ പ്രാർത്ഥനാ ജീവിതവും 40 വർഷമായി പോക്കുവരവ് നടത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽ റോസ്, ഏഞ്ചലിൻ്റെ മനസ്സമാധാനം ഉണ്ടാകുവാനും മുറിവ് സൗഖ്യപ്പെടുത്തുവാനും ഏഞ്ചലിന് നല്ല വിവാഹ ജീവിതം കിട്ടുവാനും എക്സാം പാസ്സാകുവാനും പ്രാർത്ഥിക്കുന്നു. മരിയ ശീത, അർച്ചനയ്ക്ക് ജോലി ലഭിക്കുവാൻ, അർച്ചനയുടെ ശരീരത്തിൻ്റെ വണ്ണം കുറയ്ക്കാൻ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം. മരിയ പുഷ്പ ലില്ലി, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, സർജറി കൂടാതെ ക്യാൻസർ മാറുവാൻ മക്കളുടെ കുടുംബജീവിതം അമ്മയേറ്റെടുക്കണമേ. അഖിൽ, തടസ്സം കൂടാതെ ജർമ്മനിയിൽ പോകുവാൻ, കടം മാറുവാൻ, ജോലി ലഭിക്കുവാൻ രജില B2 പാസ്സാക്കി തരണമേ. ബേബി സുഭദ്രാദേവി, അസുഖങ്ങൾ മാറുവാനും കടങ്ങൾ വീട്ടുവാനും മോളുടെ വിവാഹ തടസ്സം മാറ്റിത്തരണമേ. ലളിത, ഭവനം ലഭിക്കുവാൻ, കുടുംബസൗഖ്യത്തിനും കുടുംബസമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽബി ജിജു, +2 നല്ല മാർക്ക് ലഭിക്കുവാൻ, നല്ലൊരു കോഴ്സ് എടുത്ത് പഠിക്കുവാൻ, പഠന തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ദിവ്യ, ജോലി തടസ്സം മാറുവാനും ഹസ്ബൻഡിന് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനും പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യുവാനും പ്രാർത്ഥിക്കുന്നു. പ്രിൻറ്റു, ഹസ്ബൻഡ് ജോലി ലഭിക്കുവാനും കടബാധ്യത മാറുവാനും മകൻ്റെയും മകളുടെയും ഡിഗ്രി +2 വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനി വിൽസൺ, കൈസുഖം പ്രാപിച്ച് ജോലി ചെയ്യാൻ, ഷൈനിക്ക് വയറിലെ മുഴ ഓപ്പറേഷൻ ചെയ്യുന്നതിനും പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വിജയം, അമ്മയ്ക്ക് രോഗസൗഖ്യം കിട്ടണമേ. മേരി സെബാസ്റ്റ്യൻ, കേസ് ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. ആധാരം തിരികെ കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. പ്രിൻസ്, ആത്മീയതയിൽ ജീവിക്കുവാൻ, കുടുംബമായി ഒന്നിച്ച് ജീവിക്കുവാൻ, എൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്കും എന്നോട് സ്നേഹവും കരുതലും ഉണ്ടാകുവാൻ. റീമ മാൾട്ടിൻ മദ്യപാനത്തോടുള്ള ആസക്തി പൂർണ്ണമായി മാറ്റിത്തരണമേ. മാൾട്ടിൻ്റെ പ്ലേറ്റ്ലേറ്റ് യൂണിറ്റ് 1 ലക്ഷം ആക്കി ഉയർത്തിത്തരണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേക അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജയമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശമയൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ബോണി ബിനോയി, ബോണിക്ക് ദൈവഭക്തിയിലും പ്രാർത്ഥനയിലും വളരുവാനും ബോണിക്ക് മാനസാന്തരം ഉണ്ടാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബോബൻ ബിനോയി, മകൻ്റെ പഠനത്തിലും ജോലിയിലും ഉറച്ചു നിൽക്കുവാനും ബോബന് PR ലഭിക്കുവാനും സ്ഥിര ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുമയാമോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിനും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, മകളുടെ പഠന മേഖലകൾ ഉയർച്ച. ഡാനി, PR വിസയിൽ ജോലി ലഭിക്കുന്നതിനും ഓസ്ട്രേലിയയിൽ പോകുവാനും ജോലി തടസ്സം മാറുവാനും സ്വന്തമായൊരു ഭവനം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യൻ, ഓസ്ട്രേലിയയിൽ PR ലഭിക്കുന്നതിനും ഡ്രൈവിംഗ് ടെസ്റ്റ് ആദ്യം തന്നെ പാസ്സാകുവാനും ബെസ്റ്റ് ട്രിപ്പോയിൽ ജോലി ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. വെറൈറ്റി ഫ്രാൻസിസ്, ഉയർന്ന ജോലി ശമ്പളവും ലഭിക്കുന്നതിനും മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതി കടബാധ്യത മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിനി ജോർജ്, വീട് പണി തീർന്ന് മെയിൽ 30 താമസം തുടങ്ങുവാനും ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്നതിനും ഞങ്ങളുടെ കയറി താമസം സന്തോഷത്തോടും സമാധാനത്തോടും നടക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൈല സേവിയർ, എല്ലാവരോടുമുള്ള ദേഷ്യം മാറുവാനും പഠിക്കുവാനും ജോലി ലഭിക്കുവാനും നല്ല മാർക്കോടെ മോൻ പഠിക്കുവാനുമുള്ള കൃപ തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷൈനി ജോർജ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ മകൾ അനയ്ക്ക് ഓഗസ്റ്റ് 15-ാം തീയതി സാക്ഷ്യം പറയുവാൻ അമ്മ അനുഗ്രഹിക്കണമേ. ഷൈനി ജോസ്, മകൻ്റെ തലവേദന മാറ്റിത്തരണമേ, കൊളസ്ട്രോൾ, ക്രിയാറ്റിൻ എന്നിവ മാറ്റിത്തരണമേ. അമ്മാവൻ്റെ എല്ലാ കാര്യവും നടത്തി തരണമേ. മെറീന സിജോ, ഭവനം പണി തടസ്സം മാറി പൂർത്തീകരിക്കുവാനും സഹോദരന് കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ, സഹോദരൻ്റെ ഭാര്യയ്ക്ക് നല്ല ജോലി ലഭിക്കുവാൻ. MRLN 10ാം ക്ലാസ് റിസൾട്ട് വരുമ്പോൾ 85% മാർക്ക് നേടി പാസ്സാകുവാൻ, മകൾ എക്സാം പാസ്സാകുന്നതിനും അലൻ്റെ വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുവാനും, അഭിലാഷ് പൈശാചിക ശക്തികളിൽ നിന്നും വിടുതൽ ലഭിക്കുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി മാറ്റണമേ. ദൈവകൃപയിൽ വളർത്തണമേ. ശ്രീദേവി, ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിനും മകളുടെ സംസാരം പക്വതമാക്കി തരുന്നതിനും അശ്വതിയുടെ ഡെക്ലയർ സ്വപ്നം എത്രയും പെട്ടെന്ന് സഫലമാക്കണമേ. സജിൻ കെ ജോൺ, സജിനൊരു ജോലി നൽകി അനുഗ്രഹിക്കണം. മാനസാന്തരം ഉണ്ടാകുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും സാധിക്കണം. വിവാഹ തടസ്സം മാറ്റിത്തരണമേ. റിനി ജാക്സൺ, ഭർത്താവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ടാകണമേ. ഐവിൻ ജേക്കബ്, UK-യിൽ അതിനും ഭാര്യയ്ക്കും ജോലി ലഭിക്കുന്നതിന് സാധിക്കണമേ. കടബാധ്യത മാറ്റണമേ. നട്ടലിൻ്റെയും ഗർഭാശയ രോഗം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനി അലക്സൻ, ഷൈനിയുടെ അസുഖങ്ങൾ എല്ലാം മാറ്റുന്നതിനും മക്കൾക്ക് ജോലി ലഭിക്കുന്നതിനും വേണ്ടി ഷൈനിക്ക് സ്വന്തമായൊരു ഭവനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോഹർ, മക്കളുടെ പഠനം, രോഗസൗഖ്യം, സാമ്പത്തിക മേഖല എന്നിവ നടത്തി തരണമേ. ജോയി സെബാസ്റ്റ്യൻ, വിവാഹം നടക്കാൻ, സുഖപ്രസവം നടക്കുവാൻ, ജോലി ലഭിക്കുവാൻ, സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പ്രവീണ കുര്യൻ, പപ്പയുടെ സുഖം പ്രാപിക്കുവാൻ, അലീന സുഖം പ്രാപിക്കുവാൻ, ചിന്നു പൊന്നു അലീനവരുടെ വിദ്യാഭ്യാസം നടക്കുവാൻ, ലിസി മാത്യു മകൻ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, ഭർത്താവിൻ്റെ അസുഖമില്ലാതെ ആരോഗ്യവാനാക്കി തീർക്കുവാൻ, ദൈവസ്നേഹമുണ്ടാകുവാനും ജോലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷൈനി ഹെൻറി മകൾക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ലഭിക്കുവാൻ, ആൻസിക്ക് ജോലി ലഭിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കുവാൻ, അലക്സ് ജോസഫ് പരീക്ഷാ വിജയം, പുതിയ ജോലി, ആഷിതയ്ക്ക് നല്ലൊരു ജോലി ലഭിക്കുവാൻ, ഷിബു മാർട്ടിൻ മക്കളുടെ പഠനം, ദൈവാനുഗ്രഹം, ഭർത്താവിന് ജോലി ദുബൈയിൽ ലഭിക്കുവാൻ, ഉചിതമായ തീരുമാനമെടുക്കുവാനും ഭവനം ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ, ബെട്രി ഹെൻറി മകൻ ജർമ്മനിയിൽ ഭാഷ പഠിക്കുവാൻ, വിദേശത്ത് പോകുവാൻ, വീടിൻ്റെ ആധാരം തിരികെ ലഭിക്കുവാൻ, ക്യാൻസർ രോഗം മാറ്റിത്തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രീത ജോർജ് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, ബൈബിൾ ഒത്തിരി വായിക്കുവാൻ, നിത്യരക്ഷ നിത്യജീവിതത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മേരി സോണി സ്ഥലം വിറ്റ് കടം വീട്ടുന്നതിനും, പോസ്റ്റ് ഓഫീസിൽ ജോലി അമോരിക്ക് തരണം, ഭർത്താവിന് ജോലി, കുടുംബസമാധാനം ഉണ്ടാകണം. ഷൈനി ഷാജു CBT എക്സാം, നല്ല ജോലി ലഭിക്കുവാൻ, നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ. മേരി ജോൺ ഭവനം കിട്ടുന്നതിനും, എല്ലാ രോഗപീഠകളിൽ നിന്നും മോചനം ലഭിക്കുവാനും, ഭർത്താവിന് സ്ഥിരമായി ജോലി ലഭിക്കുവാൻ. ചന്ദ്ര കുന്നംകുളം ബിനേഷ് മദ്യപാനം നിർത്തുവാൻ, വിദേശത്ത് ജോലി തടസ്സം മാറിക്കിട്ടുവാൻ, കുടുംബസമാധാനത്താൽ ജീവിക്കുവാൻ. വിനീത വർഗീസ് OET എക്സാം ബി ഗ്രേസിൽ പാസ്സുവാൻ, അപ്പച്ചൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ, കുടുംബത്തിലെല്ലാവരും സ്നേഹത്തോടെ ജീവിക്കുവാൻ. അനറ്റ് OET എക്സാം BA കിട്ടുവാൻ, കുഞ്ഞ് നന്നായി ഭക്ഷണം കഴിച്ച് വെയിറ്റ് വയ്ക്കുവാനും, കുടുംബത്തിൽ പൂർണ്ണ സൗഖ്യവും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തോമസ് ബ്ലാക്ക്മെൽ ബൈബിൾ വായിക്കാൻ പൂർണ്ണ വിശ്വാസം, ജിനോയുടെ ബന്ധം മാറാൻ, വിവാഹം നടക്കാൻ, ജിബിൻ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, ബിസിനസിൻ്റെ പുരോഗതി. ത്രേസ്യാമ്മ മാത്യു സ്ഥലം വിൽക്കുവാൻ, വീട് വാങ്ങുവാൻ, മകൻ പ്രാർത്ഥനയിൽ വളരുവാൻ. ഡോണ ദൈവകൃപയിൽ നിറയുവാനും ജോലി ലഭിക്കുവാനും, സാംസന് ജോയ് USA പോകുവാനും, ഗ്രീൻ കാർഡ് വേഗം ലഭിക്കുവാൻ. ബ്രൂണോ കുടുംബത്തിന് വിറ്റ് ഫാമിലി വിസ ലഭിച്ച് ജോലി ലഭിക്കുന്നതിനും PR കിട്ടുന്നതിനും. സെഫാൻ്റെ ചികിത്സയ്ക്കുള്ള പണം ലഭിക്കുവാൻ, ഭർത്താവ് പരിശുദ്ധാത്മാവിനാൽ വളരുവാൻ, റിജോയുടെ വിവാഹം നടക്കുവാൻ. ഷർമിളാദേവി മകൾക്ക് അമിതമായി യൂറിൻ പോകുന്ന സൗഖ്യമാക്കണമേ, സ്വന്തമായി ഭവനത്തിന് ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റിത്തരണമേ, സ്ട്രോക്ക് വന്ന് ബിനിഷിന് പൂർണ്ണ സൗഖ്യം കിട്ടണമേ. നിതിൻ മാത്യു ഒരു ജോലി ലഭിക്കുന്നതിനും, ഭാര്യയുടെ അസുഖം മാറുന്നതിനും, സഹോദരൻ്റെ ഭാര്യയുടെ എക്സാം ആകുന്നതിനും. ബിബിൻ ജേക്കബ് ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും, ജോലി നല്ലത് ലഭിക്കുവാനും, കുടുംബത്തിൽ ബന്ധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെബിൻ അലക്സ് കടങ്ങൾ മാറണം, സാമ്പത്തിക ഉയർച്ച ഉണ്ടാകണം, പുതിയ ജോലി ലഭിക്കണം, കല്യാണം പെട്ടെന്ന് നടക്കുവാൻ. ജിജി അലക്സ് അസുഖങ്ങൾ മാറുന്നതിനും, കടങ്ങളെല്ലാം മാറ്റിത്തരണമേ, മോൻ്റെ കല്യാണം പെട്ടെന്ന് നടക്കുവാൻ. എൽസബത്ത് മാത്യു ജസ്റ്റിന് ജോലി ലഭിക്കുവാൻ, ശ്വാസകോശ രോഗം, മൂത്രം, രക്തം പോകുന്നത് മാറിക്കിട്ടണമേ, സ്ഥലം വിട്ട് കിട്ടണമേ. ജോസഫ് ദാസ് നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി നിയോഗങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫ് അച്ഛനെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അർച്ചന ഹരി നീറ്റ് എക്സാം ഉയർന്ന മാർക്കിൽ നൽകി അനുഗ്രഹിക്കണമേ. അമ്മയുടെ യൂട്രസിലെ മുഴ ചുരുങ്ങിപ്പോകുവാൻ അനുഗ്രഹിക്കണമേ. അമ്മയുടെ ശാരീരിക അസുഖം സൗഖ്യം കൊടുക്കണമേ. ഗ്ലോറിയ ഭർത്താവിന് വിസ ലഭിക്കുവാൻ, ഭർത്താവിന് ജോലി ലഭിക്കുവാൻ, കുടുംബസമാധാനവും അസുഖങ്ങൾ മാറിക്കിട്ടുവാനും, മകൻ്റെ പനിയും ജലദോഷം എന്നിവ മാറുവാനും. വിമല ബാബു ചിന്നിമോൾ പരീക്ഷയിൽ ജയിക്കുവാനും, അമ്മയെ ഒത്തിരി കിടത്തി വിഷമിപ്പിക്കരുതേ, അംഗനവാടിയിൽ നല്ല രീതിയിൽ പോകുവാനും പ്രാർത്ഥിക്കുന്നു. ജാസ്മി കൂട്ടുകാരുടെ ക്യാൻസർ മാറുന്നതിനും, കടബാധ്യത മാറുന്നതിനും, മകന് നല്ല ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫ് മരിയ വിദേശത്ത് പോകുവാൻ, ബ്രസ്റ്റ് ക്യാൻസർ മാറിക്കിട്ടുവാൻ, കടബാധ്യത മാറിക്കിട്ടുവാൻ. ചാക്കോ കേറ്റി അസുഖം പൂർണ്ണമായി മാറുന്നതിനും, സിസ്റ്റർ എൽസി തോമസിന് ട്രാൻസ്ഫർ കിട്ടുവാൻ, ഭാര്യയുമായി സ്നേഹത്തിൽ കഴിയുവാൻ. അന്ന സിസ്ലിയ ഫിസിക്സ് MSc പഠിക്കുന്നതിന് ഉന്നത വിജയം ലഭിക്കുന്നതിനും, നല്ല സ്ഥലം കിട്ടുന്നതിനും വേണ്ടി ആത്മാവിൽ ദൈവസ്നേഹം നിറയ്ക്കുവാൻ. മേരി ഡൊമിനിക്ക നീറ്റ് എക്സാം നന്നായി എഴുതുവാൻ. എലീഷായ്ക്ക് ദൈവസ്നേഹം നൽകണമേ. എലീഷ നീറ്റ് എക്സാം ഉന്നത വിജയം നൽകണമേ. ലിസി ജോസ് മോളുടെ നമ്പർ ശരിയാക്കി കിട്ടുവാൻ, വീടിൻ്റെ കാര്യം ശരിയായി കിട്ടുവാൻ, വീട് വിൽപ്പനയ്ക്കും വേണ്ടി. മെർലിൻ സൈമൺ മെർലിൻ്റെ ജോലി, മെർലിൻ്റെ പഠനം. സോളമൻ മാത്യു കരൾ രോഗം മാറുവാൻ, ജോജിയുടെ മദ്യപാനം മാറുവാൻ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുവാൻ. മേരി അനീറ്റ ഗോഡ്വിൻ്റെ
വീക്ക് മാറുന്നതിനും നീറ്റ് എക്സാം പാസ്സാകുവാനും MBBS അഡ്മിഷൻ ലഭിക്കുവാൻ, എഡ്വിന് ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ, ജയലക്ഷ്മി മെയ് 4 നീറ്റ് പരീക്ഷ പാസ്സായി MBBS ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുവാൻ, വിജി ഡോവിഡ് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനും മക്കൾ നല്ല സ്വഭാവത്തിലും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫിബി ഡൊമിനിക്കിൻ്റെ പ്രായം 60 വയസ്സായി, ഉയർത്തുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേക അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജയമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5-ാം ദേവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ദൈവകുമാരന് 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രങ്ങളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. 5-ാം ദിവസം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാദർ VP ജോസഫ് അച്ഛൻ്റെയും ആത്മീയ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ അമ്മയുടെ സംരക്ഷണം ഉണ്ടാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണ സഭം ഏറ്റെടുത്ത് പഠിക്കുന്നതിനും അൾത്താര മുതൽ അടുക്കള വരെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കും ലൈറ്റ് ക്യാൻഡിൽ പറയൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കും വാഹന ലീഡേഴ്സിനും കൃപാസനത്തിൽ നിന്നും അഖണ്ഡ ജപമാല വിദേശ രാജ്യങ്ങളിൽ സമർപ്പിക്കുന്നവർക്കും പള്ളിത്തോട് സ്കൂൾ ഓഫ് ഫോക്കസ് ആർട്സ് കൃപാസനം സോഷ്യൽ മരിയൻ ഗാർഡൻ ചാരിറ്റബിൾ മിഷൻ ഉള്ളവരെയും മരിയൻ വണക്കം ഏറ്റെടുത്ത് നടത്തുന്നവരുടെയും നിയോഗങ്ങളും സമർപ്പിച്ചെടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേക അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജയമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തങ്ങളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിന്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ജീവൻ സ്വന്തമാക്കി ആശ്രിതർക്കാശ്രയമേ മരി അമലമനോജ്ഞേ ആശ്രിതർക്കാശ്രയമേ കൃപയുടെ നിഴലേ തായേ എന്നും വരണേ തനയർക്ക് തുണയാം കൃപയുടെ നിറവേ തായേ എന്നും വരണേ തനയർക്ക് തുണയാം ആവേ മരിയ 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 ആവേ മരിയ. അഞ്ചാം തീയതി ദൈവമാതാവ് തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഒന്നാമത് പരിശുദ്ധ കന്യാമറിയം ചെറുപ്രായത്തിൽ തന്നെ സർവേശ്വരനെ തന്നെ സമർപ്പിച്ചു. രണ്ടാമത് തന്നെ മുഴുവനായി സമർപ്പിച്ചു. മൂന്നാമത് തന്നെ എന്നേക്കുമായി സമർപ്പിച്ചു. ആദ്യം ദൈവമാതാവിൻ്റെ കൃത്യങ്ങളെല്ലാം സതുദ്ദേശങ്ങളാൽ പൂർണ്ണമായിരുന്നതുമല്ലാതെ ആ പ്രവർത്തികളാൽ സകല പുണ്യങ്ങളുടെയും മാതൃക എല്ലാവർക്കും കാണിച്ചു വച്ചിരിക്കുന്നു. ശിശുവായിരുന്നപ്പോൾ തന്നെ പരിശുദ്ധ മറിയം ചെയ്ത കൃത്യം വിസ്മരണീയമാണ്. 3 വയസ്സുള്ളപ്പോൾ നല്ല മനസ്സോടെ ദേവാലയത്തിൽ ചെന്ന് ദൈവപരികർമ്മം ചെയ്യുന്നതിന് തന്നെ തന്നെ സമർപ്പിച്ചിരുന്നതാണ് ആ കൃത്യം. ഇങ്ങനെ ചെയ്യുന്നതിൽ ചെറുപ്രായം, മാതാപിതാക്കന്മാരോടുള്ള സ്നേഹം, വാഗ്ദാനങ്ങളുടെ അലംഘനീയത്വം, തന്മൂലം സംഭവിച്ചേക്കാവുന്ന ദുഃഖം ഇവയൊന്നും തടസ്സമായി തോന്നിയില്ല. ഇത്ര ശിശുപ്രായത്തിൽ ദൈവമാതാവ് ഈ സൽകൃത്യത്തിനായി തന്നെത്താൻ നിശ്ചയിച്ചു. സങ്കല്പിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ദൈവകൽപ്പന പോലെ നടക്കുന്നതിൽ മടി കാണിക്കുകയും താമസം വരുത്തുകയും ചെയ്യുന്നത് സർവേശ്വരന് എത്രയോ വിരോധമാണെന്ന് നല്ലവണ്ണം ബോധ്യപ്പെടും. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ സർവേശ്വരന് സമർപ്പിക്കുന്നതിനുള്ള സകല വിഘ്നങ്ങളും നീക്കിത്തരാൻ വിവേകമുള്ള കന്യകാമറിയത്തോട് പ്രാർത്ഥിച്ചു കൊള്ളണം. രണ്ടാമത് ദൈവമാതാവ് ഉണ്ണിപ്രായത്തിൽ സർവേശ്വരന് തന്നെ തന്നെ കാഴ്ച കൊടുത്ത സമയത്തിൽ തന്നെ മുഴുവനും ഉത്തമമണ്ണമാണ് സമർപ്പിച്ചത്. അതായത് തനിക്കുള്ളവയെല്ലാം വെറുത്തുപേക്ഷിക്കുകയും ലൗകിക ഭാഗ്യങ്ങൾ സകലത്തെയും വിട്ട് തൻ്റെ ശരീരവും ആത്മാവും ദൈവത്തിൻ പക്കൽ കയ്യേൽപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല തനിക്ക് 1000 മനസ്സുണ്ടായിരുന്നാൽ അവയൊക്കെയും കൊടുക്കുന്നതിന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ സമർപ്പണം ചെയ്ത സമയത്തിൽ അനുഭവിച്ച സന്തോഷവും ദൈവഭക്തിയും എത്രയോ വലുതായിരുന്നെന്ന് പറയാനും വിചാരിക്കാനും പ്രയാസം. നിങ്ങളിതിനെപ്പറ്റി വിചാരിക്കുമ്പോൾ ഒരു കാര്യം അറിയേണ്ടതുണ്ട്. ഒരുവൻ സർവേശ്വരന് തന്നെ തന്നെ കാഴ്ച കൊടുക്കുമ്പോൾ മുഴുവനും കൊടുക്കാഞ്ഞാൽ അവിടത്തേക്ക് പ്രിയമുണ്ടാവുകയില്ലെന്ന് തന്നെയല്ല, നിങ്ങൾക്ക് ആത്മീയ പ്രയോജനം ഇല്ലാതായി പോവുകയും ചെയ്യും. സർവേശ്വരൻ അളവില്ലാത്ത സ്നേഹത്തിന് യോഗ്യനാകിയാൽ നിങ്ങളുടെ പൂർണ്ണ മനസ്സും പൂർണ്ണ സ്നേഹവും സമർപ്പിക്കാത്ത പക്ഷം ഒന്നും കൊടുക്കാത്തതുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത്. മൂന്നാമത് മറിയം എന്നേക്കുമായി തന്നെ സമർപ്പിച്ചു. എങ്ങനെയെന്നാൽ മനുഷ്യരിൽ കാണപ്പെടുന്ന അസ്ഥിരതയും സ്വഭാവഭേദവും കന്യകാമറിയത്തിൽ ഒരു നാളും കാണപ്പെട്ടിരുന്നില്ല. പുണ്യജീവിതത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാതെ ദിനം പ്രതി അധികമധികം ജാഗ്രതയോടും ദൈവഭക്തിയോടും കൂടെ അതിൽ നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മനുഷ്യർ ദൈവമാതാവ് കാണിച്ചു തന്നിട്ടുള്ള പുണ്യമാതൃക കണ്ടുപഠിക്കാതെ നേർവഴിയിൽ ഒരു ദിവസം നടന്നാൽ പിറ്റേ ദിവസം അത് വിട്ടുമാറുകയും ഇന്ന് ചെയ്ത നിശ്ചയങ്ങൾ നാളെ ലംഘിക്കുകയും പാപം ചെയ്യുകയില്ലെന്നുള്ള പ്രതിജ്ഞ ഉടൻ തന്നെ മറന്ന്
ദിനംപ്രതി സർവേശ്വരന് ദ്രോഹികളായി നടക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള തഴക്കം സർവേശ്വരന് ചേരാത്തതാണെന്ന് നിശ്ചയിച്ച് ദൈവത്തോട് ചെയ്ത ദ്രോഹങ്ങളെപ്പറ്റി മനസ്താപപ്പെട്ട് പൊറുതി അപേക്ഷിച്ച് മേലാൽ സ്ഥിരമായി പുണ്യവഴിയിൽ നടക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ടതാകുന്നു. ദൃഷ്ടാന്തം: ഏതുദ്ദേശത്തും ഏത് കാലത്തും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത വഴിയായി മഹത്തായ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെന്നത് തർക്കമറ്റ സംഗതിയാകുന്നു. ഈ പരമനായിക പിശാചിൻ്റെ തല തകർത്തവളും സകല പാപികൾക്കും സങ്കേതവുമായിരിക്കുന്നതിനാൽ എല്ലാ കാലങ്ങളിലും ഈ അമ്മയുടെ കൃപ കാരണത്താൽ അനേകം പാപികൾ അക്രമം വിട്ട് തപസ് ചെയ്ത് പുണ്യവന്മാരായി തീർന്നിട്ടുണ്ട്. ഇങ്ങനെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുഹൃദയ സഭ വഴിയായി ഈ പരമരാജ്ഞിയുടെ ദയയും മഹിമയും അലിവും വിശേഷമായി ഈ കാലത്തിലും വിളങ്ങാൻ സർവേശ്വരൻ തീരുമാനിച്ചായി. അതെങ്ങനെയെന്നാൽ ക്രിസ്തുവർഷം 1836 പാരീസ് നഗരിയിൽ ജയമാതാവിൻ്റെ പള്ളിയിലെ വികാരി തൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങളുടെ ഇടയിൽ ദൈവഭക്തി കുറഞ്ഞു വരുന്നത് കണ്ട് പാപികളുടെ സങ്കേതമായ ദൈവമാതാവിൻ്റെ നിർമ്മല ഹൃദയത്തിൻ പക്കൽ തന്നെയും തൻ്റെ ജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ പരമനായികയുടെ കറയില്ലാത്ത തിരുഹൃദയത്തിൻ്റെ നാമത്തിൽ ഒരു സഭ സ്ഥാപിക്കണമെന്ന് നിശ്ചയിച്ചു. ഈ സഭയുടെ ക്രമങ്ങളും പ്രമാണങ്ങളും പാരീസ് നഗരിയുടെ മെത്രാപ്പോലിത്ത അംഗീകരിക്കുകയും തന്മൂലം ആ സഭ ആരംഭിക്കപ്പെടുകയും ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷം പ്രസ്തുത സഭ സർവേശ്വരനും ദൈവമാതാവിനും പ്രിയമുള്ളതായിരിക്കുന്നുവെന്ന് ആ വൈദികൻ അത്ഭുതമായി അറിഞ്ഞ് ഈ തിരുഹൃദയ സഭ സ്ഥിരപ്പെടുത്താനും എല്ലാ ദിക്കുകളിലും പ്രചരിപ്പിക്കാനും പ്രയത്നിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഈ സഭയിൽ അനവധി ജനങ്ങൾ ചേർന്ന് പേരെഴുതിക്കുകയും ദൈവജനനിയുടെ തിരുഹൃദയത്തിന് തക്ക വണക്കങ്ങൾ ചെയ്ത് പാപികൾ മനസ്സ് തിരിയുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വരികയും ചെയ്തതിനാൽ അസംഖ്യം പാപികൾ മനസ്സ് തിരിഞ്ഞ് നല്ലവരായി. അതുകൊണ്ട് ഈ സഭയുടെ കീർത്തി എങ്ങും പരക്കുകയും ഇതിനോട് ചേർന്ന് അനേകം ഉപസഭകൾ സ്ഥാപിതങ്ങളാവുകയും ചെയ്തു. ഈ സഭാംഗങ്ങളായ അനേക ലക്ഷം ജനങ്ങൾ ദൈവമാതാവിൻ്റെ കറയില്ലാത്ത തിരുഹൃദയത്തെ വണങ്ങിക്കൊണ്ട് പാപികളുടെ മാനസാന്തരത്തിനായി മഹാഭയഭക്തി പുരസ്സരം പ്രാർത്ഥിച്ചു വരുന്നു. തിരുസഭയുടെ തലവനായ മാർപ്പാപ്പ ഈ സഭ വഴിയായി സർവേശ്വരൻ നൽകിയ ആത്മീയ നന്മകളറിഞ്ഞ് ഇതിൻ്റെ നിയമങ്ങൾ സ്വീകരിച്ചുറപ്പിക്കുകയും ഇതിൽ സകല ക്രിസ്ത്യാനികളും പ്രവേശിക്കണമെന്ന് ഉപദേശിക്കുകയും ഈ സഭക്കാർക്ക് അനേകം ആത്മീയ നന്മകൾ നൽകുകയും ചെയ്തു. ഈ സഭ വഴിയായി പാപികളെ മനസ്സ് തിരിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, ആദ്യമായി ഈ പരമനായിക ചെയ്തിരിക്കുന്ന അസാധാരണങ്ങളായ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും വർണ്ണിക്കുക എന്നത് ഒരുത്തരാലും ഒരു പ്രകാരവും സാധ്യമല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ, നിങ്ങളെല്ലാവരും ഈ ഉത്തമ സഭയിൽ പ്രവേശിച്ച് ദൈവമാതാവിൻ്റെ പ്രത്യേക ഭക്തരായി ജീവിക്കുകയും നിങ്ങളാൽ കഴിയുമെണ്ണം പാപികളെ മാനസാന്തരപ്പെടുത്താനായി പ്രയത്നിക്കുകയും ചെയ്യണം. ജപം: എത്രയും പരിശുദ്ധ കന്യകാമറിയമേ, എത്രയും പരിശുദ്ധ കന്യകാമറിയമേ, 3 വയസ്സ് മാത്രമുള്ള ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ ദേവാലയത്തിൽ ചെന്ന് സർവേശ്വരന് നിന്നെ കാഴ്ച കൊടുത്തുവല്ലോ. അങ്ങേ സ്നേഹിച്ച് ശുശ്രൂഷിപ്പാൻ വേണ്ടി എന്നെ അങ്ങേക്ക് കാഴ്ചവെക്കണമെന്ന എന്റെ ആഗ്രഹം അങ്ങ് കൈക്കൊള്ളണമേ. ദിവ്യകന്യകേ, സർവേശ്വരൻ കഴിഞ്ഞാൽ അങ്ങല്ലാതെ എനിക്ക് തുണയും സങ്കേതവും ശരണവും ഇല്ലെന്നറിഞ്ഞിട്ട് ഇന്നു മുതൽ എന്നേക്കും എന്റെ അമ്മയായി പാലികയായി അങ്ങയെ തിരഞ്ഞെടുത്ത് എന്നെ മുഴുവനും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. എന്നെയും എനിക്കുള്ള സകലത്തെയും അങ്ങയെ സ്വന്തമായി
സ്വന്തമായി കൈക്കൊണ്ട് എൻ്റെ ആത്മാവിനും ശരീരത്തിനും വേണ്ട സകല സഹായങ്ങളും എൻ്റെ അമ്മേ എനിക്ക് ചെയ്തു തരണമേ. എത്രയും ദയുള്ള മാതാവേ, എൻ്റെ സങ്കേതത്തിലൂടെ വന്ന് എൻ്റെ ഉപകാര സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യാവ്രതയുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദങ്ങൾ ഞാൻ അടുത്ത് വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടണമേ. ആമേ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമ്മേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമ്മേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലെ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമ്മേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പാപികളുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സുഹൃദേവം മറിയമേ, മറിയമേ അങ്ങേ കൃപയുള്ള തൃക്കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. മറിയമേ, അങ്ങേ കൃപയുള്ള തൃക്കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. മറിയമേ, അങ്ങേ കൃപയുള്ള തൃക്കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. സൽക്കറിയ, ഈ ദിവസം അല്ലെങ്കിൽ അടുത്ത വരുന്ന ശനിയാഴ്ച ഉപവസിക്കണം.